ന്യൂ ഇയർ പ്രമാണിച്ച് ഒരുപാട് പേര് ഇനി പുതിയൊരു വ്യക്തിയായിട്ട് ജീവിക്കാനും ജീവിതം മൊത്തത്തിൽ മാറ്റാനും ഒക്കെ തീരുമാനിച്ചു കാണും. ഒരുപാട് പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുകയും ചെയ്തു കാണും. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മിക്കവാറും ആളുകൾ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ ഒരു പുതിയ ഹാബിറ്റായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കാണും. ചിലരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടും ഉണ്ടാവും. ഇൻ എ വേൾഡ് ഫുൾ ഓഫ് ഡൂയിങ് ആൻഡ് ഡൂയിങ് ആൻഡ് ഡൂയിങ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് എ മൊമെൻറ്റ് ടു ജസ്റ്റ് ബ്രീത്ത്, ടു ജസ്റ്റ് ബി. മെഡിറ്റേഷൻ ചെയ്യൽ അല്ലെങ്കിൽ കാമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യൽ നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ അറ്റൻഷൻ, ഫോക്കസ് എല്ലാം ദിനം പ്രതി കുറഞ്ഞു വരികയാണ്. ഓരോ ദിവസവും നമ്മളുടെ സ്ട്രെസ്സ്, പ്രഷറൊക്കെ കൂടി വരികയും ആണ്. ഇതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായിട്ടുള്ള ബെസ്റ്റ് വേ ആണ് മെഡിറ്റേഷൻ. ഒരു തവണയെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നമ്മളൊക്കെ ട്രൈ ചെയ്ത് കാണും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ട് സ്ക്രോൾ ചെയ്ത് ശീലമായിട്ടുള്ള നമ്മളുടെ മനസ്സിനെ അത്ര പെട്ടെന്നൊന്നും മെഡിറ്റേഷൻ കൊണ്ട് മെരിക്കാനായിട്ട് കഴിയില്ല. മാത്രമല്ല കുറച്ച് സമയമെങ്കിലും ഒന്നിലും ഫോക്കസ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി മെഡിറ്റേഷൻ ചെയ്യുന്നവരോടാണ്, ശരിക്കും നിങ്ങൾക്ക് മെഡിറ്റേഷൻ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം സമയം മാറ്റിവെക്കുന്നത് ആലോചിക്കാനേ കഴിയാത്ത ഒരാളാണോ നിങ്ങൾ? ഇനി കുറച്ച് ദിവസം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റാതെ നിൽക്കുന്ന ഒരാളാണോ? എങ്കിൽ മെഡിറ്റേഷൻ്റെ അതേ എഫക്റ്റ് തരുന്ന, എന്നാൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 6 മെത്തേഡ്സ് ആണ്, മൈൻഡ്ഫുൾനെസ് മെത്തേഡ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേത് മൈൻഡ്ഫുൾ മൂവ്മെൻറ്റ്. മറ്റുള്ള മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിനെ പോലെ വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡാണ് മൈൻഡ്ഫുൾ മൂവ്മെൻറ്റ്. ഇതെങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മൊമെൻറ്റിൽ ചെയ്യുന്ന മൂവ്മെൻറ്റിലേക്ക്, അതിനി വാക്കിംഗ് ആവാം, ജോഗിങ് ആവാം, ഏതെങ്കിലും മാർഷ്യൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യുകയാവാം, വാട്ട് എവർ, ആ മൂവ്മെൻറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. എന്നിട്ട് നമ്മളുടെ ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ മനസ്സിലേക്ക് അപ്പോൾ വേറെ ചിന്തകളൊക്കെ വരും, ബട്ട് ഡോണ്ട് വറി, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. വീണ്ടും ബ്രീത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. മൈൻഡ്ഫുൾ മൂവ്മെൻറ്റ്സിൽ വളരെ സിമ്പിളായ അതേസമയം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് മൈൻഡ്ഫുൾ വാക്കിംഗ് ഓർ വാക്കിംഗ് മെഡിറ്റേഷൻ. നമ്മുടെ സാധാരണയുള്ള നടത്തവും മൈൻഡ്ഫുൾ വാക്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, മൈൻഡ്ഫുൾ വാക്കിങ്ങിൽ ഒരു എയിം അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം ഉണ്ടാവില്ല. പകരം നമ്മൾ വളരെ സ്ലോ ആയിട്ട് നടക്കുകയാണ് ചെയ്യുക. നമ്മളുടെ മുഴുവൻ ശ്രദ്ധയും നമ്മുടെ നടത്തത്തിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലിനടിയിലെ ഭൂമിയെ അറിഞ്ഞ് ഓരോരോ അടി വെച്ച് പതുക്കെ നടക്കാം. നമ്മളെ ശ്രദ്ധ ഡൈവേർട്ട് ആകുമ്പോൾ തിരിച്ച് ആ മൂവ്മെൻറ്റിലേക്ക് തന്നെ വരാനായിട്ട് ശ്രമിക്കാം. ഇതാണ് മൈൻഡ്ഫുൾനെസ് വാക്കിംഗ് മെഡിറ്റേഷൻ. സാധാരണ മെഡിറ്റേഷൻ പോലെ ഇതിനൊരു ഭാഗത്ത് അടങ്ങിയിരിക്കുകയൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ മൈൻഡ്ഫുൾ വാക്കിംഗ് മെഡിറ്റേഷൻ ഇന്ന് ഒരുപാട് പേരുടെ ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട്. രണ്ടാമത്തേത് മൈൻഡ്ഫുൾ ആർട്ട്. നിങ്ങളത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ആർട്ട് മെഡിറ്റേഷൻ. ട്രഡീഷണൽ മെഡിറ്റേഷൻ മെത്തേഡ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചാണിത്. ഇനി നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ക്രിയേറ്റീവ് ബ്ലോക്ക് മറികടക്കാനും ഈ മെത്തേഡ് സഹായിക്കും. നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ശരിക്കും ക്രിയേറ്റിവിറ്റിയുടെ ഒരു സ്പാർക്ക് ഉണ്ട്. നമ്മൾ ജസ്റ്റ് അതൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മെഡിറ്റേഷൻ ആൻഡ് ആർട്ട്, ഈ 2 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ആർട്ട് വർക്ക് ചെയ്യാനിരിക്കുന്ന സമയത്ത് അതിൻ്റെ എൻഡ് എങ്ങനെയാവണം എന്നൊരു ഐഡിയ ആദ്യമേ നമ്മളെ മനസ്സിലുണ്ടാവും. ഒരു സ്റ്റോറി, ഒരു നോവൽ ആണെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് എന്താവണം, ഒരു പെയിൻറ്റിംഗ് ആണെങ്കിൽ അതിലൂടെ എന്താണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് കാണും. ബട്ട് ആർട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു എൻഡ് ഗോൾ ഉണ്ടാവരുത്. ജസ്റ്റ് ഫോക്കസ് ഓൺ ദ പ്രോസസ്സ്. നമ്മൾ ബ്രഷ് കൊണ്ട് വരയ്ക്കുന്ന ഓരോ വരയും, പേന കൊണ്ട് പേപ്പറിൽ എഴുതുമ്പോൾ ഉണ്ടാവുന്ന ഫീലിങ്ങും, വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മളുടെ കൈയിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ വാച്ച് ചെയ്യുക. അപ്പം നിങ്ങളും നിങ്ങളുടെ ആർട്ട് വർക്കും മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം മെല്ലെ മെല്ലെ ഫെയ്ഡായിട്ട് പോകുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇനി പെയിൻറ്റിങ്ങോ എഴുത്തോ മാത്രമല്ല മൈൻഡ്ഫുൾ ആർട്ടിൽ വരിക. നിങ്ങൾക്കൊരു പേപ്പറിൽ വെറുതെ ഡൂഡിൽ ചെയ്യാം, സ്ക്രിബിൾ ചെയ്യാം, ഈവൻ കുറേ പാരലൽ ലൈൻസ് പോലും വരച്ചു വയ്ക്കാം. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്, അതിലേക്ക് നാം കൊടുക്കുന്ന അറ്റൻഷൻ, അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിലാക്സേഷൻ, ബെനഫിറ്റ്സ് ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മൂന്നാമത്തേത് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവസാനമായിട്ട് എന്നാണ് നിങ്ങൾ നന്നായി ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്? നമ്മളിൽ പലരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യുക, TV കാണുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കാരണം ഭക്ഷണം തീരുന്നത് പോലും നമ്മൾ അറിയാറില്ല. ഇത് ശരിയല്ല എന്ന് നമുക്ക് അറിയാം, പക്ഷേ എന്തോ ഒഴിവാക്കാനായിട്ട് കഴിയാറില്ല. എന്താണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്? ഇനി മൈൻഡ്ഫുൾനെസ് എങ്ങനെയാണ് നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക? മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ലോ ആയിട്ട് ഭക്ഷണം കഴിക്കലോ അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യലോ ഒന്നുമല്ല. മൈൻഡ്ഫുൾ ഈറ്റിംഗ് നമ്മളുടെ ഫുഡും നമ്മുടെ ബോഡിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ എല്ലാ സെൻസസും യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. പതിയെ ഫുഡിലേക്ക് തന്നെ അറ്റൻഷൻ കൊടുത്ത് ഡിസ്ട്രാക്ഷൻസ് ഒന്നും മൈൻഡ് ചെയ്യാതെ ഭക്ഷണം കഴിക്കുക. ഫുഡിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലാക്കി ആസ്വദിച്ച് കഴിക്കുക. ദെൻ ലിസൺ ടു യുവർ ബോഡി. നിങ്ങൾ ഫുള്ളായി എന്ന് തോന്നുമ്പോൾ ഫുഡ് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക ആൻഡ് അപ്രീഷിയേറ്റ് യുവർ ഫുഡ്.
നാലാമത്തേത് മൈൻഡ്ഫുൾ റീഡിംഗ്. ഇന്ന് വായിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ടെക്സ്റ്റ് മെസ്സേജസ് ആയും ന്യൂസ് ഹെഡ്ലൈൻസ് ആയും യൂട്യൂബ് വീഡിയോയുടെ തംബ്നെയിൽസ് ആയും നമ്മൾ ഡെയിലി ഒരുപാട് കാര്യങ്ങൾ വായിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇത് മൈൻഡ്ഫുൾനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു ചാൻസ് ആണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മൈൻഡ്ഫുൾ റീഡിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം കുറച്ച് സമയം കണ്ടെത്തണം. ഒരുപാടൊന്നും വേണ്ട, ഒരു 5 to 10 മിനിറ്റ്സ്. മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും അപ്പോൾ ഉണ്ടാകാതെ നോക്കണം. എന്നിട്ട് നിങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ ആ മെറ്റീരിയൽ എടുക്കുക. ഇന്ന് നമ്മൾ അധിക സമയം സ്ക്രീനിന് മുന്നിൽ ആയതുകൊണ്ട് ഒരു ബുക്കോ പത്രമോ അല്ലെങ്കിൽ മാഗസിനൊക്കെ സംഘടിപ്പിക്കാം, എന്നിട്ട് വായിച്ചു തുടങ്ങാം. വായിക്കുമ്പോൾ വെറുതെ അങ്ങോട്ട് ഓടിച്ചു പോവാതെ നിങ്ങളുടെ ചുറ്റുമുള്ള ലൈറ്റ്, ടെക്സ്റ്റിൻ്റെ കളറ്, ഫോണ്ട്, ആ ബുക്കിൻ്റെ അല്ലെങ്കിൽ പേപ്പറിൻ്റെ ടെക്സ്ചർ, ബുക്കിൻ്റെ സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുക. നിങ്ങൾക്ക് ബോറടിക്കുകയും ഉറക്കം വരികയും ഒക്കെ ചെയ്യും. ബട്ട് ഡോണ്ട് ക്വിറ്റ്. ആ മെറ്റീരിയലിൻ്റെ ലാംഗ്വേജ്, അതിലെ ഓരോ വേർഡ്സ്, അതിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന മീനിങ്സ്, ഇതൊക്കെ ആലോചിച്ച് സാവധാനം വായിക്കാം. ആസ് യൂഷ്വൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവും, എന്നാലും വീണ്ടും ട്രൈ ചെയ്യുക. അഞ്ചാമത്തേത് അരോമ തെറാപ്പി. പേര് പോലെ തന്നെ അരോമ, ഗുഡ് സ്മെൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസാണ് അരോമ തെറാപ്പി. നമ്മളെ സ്ട്രെസ്സും ആൻസൈറ്റിയും കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അരോമ തെറാപ്പി. എന്തുകൊണ്ടായിരിക്കും അരോമ തെറാപ്പി സ്ട്രെസ് റിഡക്ഷനും ആൻസൈറ്റി കില്ലിങ്ങിനും വളരെയധികം എഫക്റ്റീവ് ആയത്? ബിക്കോസ് നമ്മളുടെ 5 സെൻസസിൽ നമ്മുടെ തലച്ചോറുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത് സ്മെല്ലിന് മാത്രമാണ്. ചില പ്രത്യേക സ്മെൽസ് ലഭിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഴയതൊക്കെ ഓർമ്മ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് സെൻസ് ഓഫ് സ്മെൽ ആൻഡ് ബ്രെയിൻ തമ്മിലുള്ള സ്ട്രോങ് കണക്ഷൻ കാരണമാണ്. പെർഫ്യൂം അല്ലെങ്കിൽ ഏതെങ്കിലും സെൻറ്റഡ് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് അരോമ തെറാപ്പിയിലെ ഏറ്റവും ബേസിക് ആയ സിമ്പിളായ മെത്തേഡ്. അത് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുക. എന്നിട്ട് 2 കൈയിൻ്റെയും റിസ്റ്റ് പോർഷനിൽ ഒരല്പം പെർഫ്യൂം അല്ലെങ്കിൽ സെൻറ്റ് ആക്കുക. എന്നിട്ട് കണ്ണടച്ച് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് നിങ്ങളുടെ മൂക്കിനടുത്തേക്ക് പിടിച്ചിട്ട് ഒരു 5 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുക. ആ സ്മെല്ലിൽ കുറച്ച് സമയം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഹൗ ഡസ് ഇറ്റ് ഫീൽ? ആ സ്മെല്ല് എങ്ങനെയാണ് പ്രകൃതിയിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പതുക്കെ എക്സ്ഹെയിൽ ചെയ്യുക. റിപ്പീറ്റ് ദിസ് അഗെയിൻ വിത്ത് യുവർ നെക്സ്റ്റ് ഹാൻഡ്. നിങ്ങളൊരു റിലാക്സ്ഡ് സ്റ്റേജിൽ എത്തുന്നത് വരെ ഇത് തുടരുക. ആൻഡ് ആറാമത്തേത് സെൻസറി അവയർനെസ്. നമ്മളെ തലച്ചോറിലേക്ക് ഇൻഫർമേഷൻസ് എത്തുന്നത് നമ്മളുടെ 5 സെൻസ് ഓർഗൻസ്, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മളുടെ അവയർനെസ് കൊണ്ടുവരുന്നതിലൂടെയും നമ്മുടെ എക്സ്പീരിയൻസസ് ആസ്വദിക്കുന്നതിലൂടെയും നമ്മളുടെ സെൻസ് ഓർഗൻസ് നമുക്ക് മെഡിറ്റേഷനുള്ള ടൂൾസ് ആക്കിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിളായ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. അടുത്ത തവണ നിങ്ങൾ കൈ കഴുകുമ്പോൾ ഒന്ന് പോസ് ചെയ്യാം, എന്നിട്ട് ശ്രദ്ധിക്കാം ഹൗ ഡസ് ദിസ് വാട്ടർ ഫീൽസ്. നിങ്ങൾ സോപ്പ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പത, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, ഇതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുക. നിങ്ങൾക്ക് വെള്ളം, ഈ ഫീലിംഗ് ഒക്കെ ലഭിച്ചതിന് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. ഇതുപോലും ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മിനി മസാജ് കൊടുക്കുക. ഒരല്പം ലോഷൻ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലോ കാലിലോ ഒക്കെ മസാജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നും ആ ലോഷൻ അല്ലെങ്കിൽ ഓയിൽ എങ്ങനെ നിങ്ങളുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾനെസ് ലിസണർ ആവുക. നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറിനോടോ ഒരു ഫ്രണ്ടിനോടോ സംസാരിക്കുക. അവരുടെ വോയിസ് ടോണൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ പർപ്പസ്ഫുൾ ആയിട്ട് അവരെ കേട്ടുകൊണ്ടിരിക്കുക. ഇതുപോലെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നമുക്ക് ഈ സെൻസറി അവയർനെസ് വെച്ച് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഈ മെത്തേഡ്സിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികം എണ്ണം കമ്പൈൻ ചെയ്തോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മൈൻഡ്ഫുൾനെസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തന്നെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. യു വിൽ ബി മോർ ഹാപ്പി, പ്ലസൻറ്റ് ആൻഡ് ഫോക്കസ്ഡ്. പ്രത്യേകിച്ച് ഒരു സമയമോ സ്ഥലമോ മാറ്റി വയ്ക്കാതെ എവിടെ നിന്നും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് ആണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. ഹോപ്പ് യു വിൽ ട്രൈ. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഇൻ യുവർ ന്യൂ ജേർണി. So thank you so much for your time. Have a nice day.